അബിഗേൽ സാറയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മകുമാറിന് ജാമ്യം. പഠനത്തിനായി ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി. ഉപാധികളോടെയാണ് അനുപമ പത്മകുമാറിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ശ്യാം ദേവരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, എന്തൊക്കെ കാരണങ്ങളാലാണ് ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്? ഏറെ ചർച്ച ചെയ്യപ്പെട്ട, കേരളം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു അന്ന്. കഴിഞ്ഞ നവംബറിൽ അബിഗേൽ സാറെ എന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. ഈ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പേരെയാണ് അവസാനം പ്രതികളായി കണ്ടെത്തിയത്. മണിക്കൂറുകൾക്ക് ശേഷം അബിഗേൽ സാറയെ ആശ്രമ മൈതാനത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ കേസിലെ പ്രധാന പ്രതി എന്നത് പരവൂർ സ്വദേശി അനുപമ പത്മകുമാറാണ്. ഈ കേസിലെ 3-ാം പ്രതിയാണ് അനുപമ കഴിഞ്ഞ ദിവസം ജാമ്യം തേടി കൊല്ലം സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ജാമ്യം നൽകാൻ കൊല്ലം സെഷൻസ് കോടതി തയ്യാറായില്ല. തുടർന്നാണ് അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉപാധികളോടെയാണ് അനുപമ പത്മകുമാറിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഈ ഉപാധികളെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കൃത്യമായി ഹാജരാകണം, എല്ലാ മാസവും ഹാജരാകണം എന്നടക്കമുള്ള ഉപാധികളാണ് ഈ ഹൈക്കോടതി ഈ ജാമ്യ വ്യവസ്ഥയായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആൾ ജാമ്യം അടക്കം നൽകണം എന്നടക്കമുള്ള നിബന്ധനകളും ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കേസിൽ തനിക്ക് പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് തൻ്റെ പഠനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകണം. ജാമ്യം നൽകിക്കഴിഞ്ഞാൽ മാത്രമേ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയൂ എന്നാണ് ഈ ജാമ്യ ഹർജിയിൽ അനുപമ ആവശ്യപ്പെട്ടിരുന്നത്. അക്കാര്യം അംഗീകരിച്ചാണ് അനുപമയ്ക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയത്. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. എന്തായാലും ഈ കേസിൽ അബിഗേൽ സാറയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ 3-ാം പ്രതിയായ അനുപമ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അനുപമ പത്മകുമാറിന് പുറത്തിറങ്ങാം. ഈ കേസിൽ 3-ാം പ്രതിയാണ് അനുപമ. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.